ഹായ് ഓൾ നമ്മൾ കഴിഞ്ഞ ദിവസം വരെ പറഞ്ഞത് ടൈറ്റിലിന് മെറ്റാ ഡിസ്ക്രിപ്ഷൻ ഈ പാട്ടൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്നെന്താ പറയാൻ പോകുന്നത് വെച്ചാൽ ഈ മെറ്റാ ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും നമുക്ക് AI ടൂൾസ് വെച്ചിട്ട് വളരെ സ്പീഡായിട്ട് ജനറേറ്റ് ചെയ്യാം. അപ്പം SEOയിൽ AI ടൂൾ വെച്ചിട്ട് മെറ്റ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്ന ഒരു ചെറിയൊരു സാധനമാണ് പറയുന്നത്. ബേസിക്കലി തിയററ്റിക്കലി പറയുകയാണെങ്കിൽ നമുക്ക് ഈ കോർ കൺസെപ്റ്റുകളൊക്കെ അറിയാമെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് AIനെ യൂസ് ചെയ്യാം. ഈ ChatGPT പോലുള്ള ടൂൾസൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പം ഹ്യൂമൻ ഇൻ്റർഫിയറൻസോട് കൂടി AIനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോസസ്സ് ഭയങ്കര ഫാസ്റ്റായി കിട്ടും. അതാണ് ഇതിൻ്റെ ഒരു എക്സാക്റ്റ് യൂസ്. ഇപ്പോൾ അല്ലാണ്ട് SEOയിൽ AI ഉപയോഗിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാമെന്ന് പറയുമ്പോഴും കറക്റ്റ് ആ കോർ അറിയുന്ന ആളുകൾക്കാണ് അത് യൂസ്ഫുൾ ആകുക. അല്ലാതെ ബേസ് ഇല്ലാണ്ട് വന്നു കഴിഞ്ഞാൽ ഇതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. ജസ്റ്റ് ഒരു ടെക്നിക്കൽ ഡാറ്റ എൻട്രി പോലെ ആയി പോകുന്നൊരു ഐറ്റമാണ്. അപ്പോൾ ഞാൻ പറയാൻ വരുന്ന പോയിൻ്റ് എന്ന് വെച്ചാൽ കുറച്ച് ടൂൾസ് ഞാൻ പരിചയപ്പെടുത്തി തരാം, നമുക്കത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള. അപ്പോഴും നമ്മുടെ കോർ പോയിൻ്റ് മൈൻഡിലുണ്ടാകണം. കോർ പോയിൻറ്റ്സ് മൈൻഡിലുണ്ടെങ്കിൽ ഈ AI ടൂൾസുകൾ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ പ്രോസസ്സ് സ്പീഡപ്പ് ചെയ്യാൻ പറ്റും. അതാണ് AI വന്നുകൊണ്ട് SEOയ്ക്ക് ഉണ്ടായ ഗുണം. വേറെയും കാര്യങ്ങളുണ്ട്, ബട്ട് നമ്മുടെ ബേസിക് വർക്കിനകത്തുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ ജസ്റ്റ് സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് ആ ഒരു പോർഷൻ കാണിച്ചു തരാം. ഓക്കെ വിൽ സ്റ്റാർട്ട് വിത്ത് ChatGPT നമുക്ക് എങ്ങനെ ഒരു മെറ്റാ ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും പ്രിപ്പയർ ചെയ്യാമെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ChatGPT വർക്ക് ചെയ്യുന്ന പ്രോംപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ്. അറിയാവുന്നവർക്ക് അറിയായിരിക്കും, ഇല്ലാത്തവർക്കും ജസ്റ്റ് ഇത് പ്രോംപ്റ്റാണ്. നമ്മൾ എന്താണ് ഒരാളോട് പറയുന്ന രീതിയിൽ ചെയ്താൽ മതി. പ്രിപ്പയർ എ മെറ്റാ title and description. Prepare SEO meta title and description for the page, or else we can use like for the service. നമ്മൾ SEO കമ്പനി എന്താണെന്ന് വിചാരിച്ചോ, ഓക്കെ SEO സർവീസ് പേജ്, SEO സർവീസസ്. ഓക്കെ, നമ്മുടെ പേജ് SEO സർവീസസിനെ കുറിച്ചൊരു പേജ് ആണെങ്കിൽ SEO സർവീസ് ഇൻ സപ്പോസ് ഇൻ ഇന്ത്യ, ഇതാണ് നമ്മുടെ പേജ് എങ്കിൽ നമ്മൾ ഇങ്ങനത്തെ ഒരു പ്രോംപ്റ്റ് സെറ്റ് ചെയ്യുന്നു. ഓക്കെ പ്ലീസ് റൈറ്റ്. നമ്മുടെ പ്രോംപ്റ്റ് ആണ് ശ്രദ്ധിക്കുന്നത് കേട്ടോ. നമ്മൾ നല്ല രീതിയിൽ പ്രോംപ്റ്റ് സെറ്റ് ആക്കിയതിന് ശേഷം നമ്മൾ എടുത്തു നോക്കുക, പിന്നെ നമുക്ക് എപ്പോഴും അത് യൂസ് ആവും. പ്ലീസ് റൈറ്റ്. ഓക്കെ, നമുക്ക് നോക്കാം എന്താ സംഭവിക്കുന്നത്. റൈറ്റ് ചെയ്യാം. ChatGPT റൈറ്റ് ചെയ്യും, നമുക്ക് തരും. ഓക്കെ, മെറ്റാ ടൈറ്റിൽ, മെറ്റാ ഡിസ്ക്രിപ്ഷൻ. ഓക്കെ, ടോപ്പ് SEO സർവീസ് ഇൻ ഇന്ത്യ കമ്പനി. ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഇതാണ്, ലൈക്ക് ടൈറ്റിലാണ്. ബൂസ്റ്റ് യുവർ ഓൺലൈൻ വിസിബിലിറ്റി വിത്ത് പ്രൊഫഷണൽ SEO സർവീസ് ഇൻ ഇന്ത്യ, ഗെറ്റ് ഹയർ റാങ്കിങ്, ട്രാഫിക് ആൻഡ് ബെറ്റർ അവൈ വിത്ത്. നമുക്ക് ഇപ്പം ChatGPT നമുക്ക് ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും ഉണ്ട്, പക്ഷേ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് നമ്മുടെ കീവേഡ് റിസർച്ചും നമ്മുടെ സൈറ്റിന്റെ കണ്ടന്റും എല്ലാമായിട്ട് ആപ്റ്റാണോ അല്ലെന്ന് നോക്കണം. ഇപ്പം നമുക്ക് പ്രോസസ്സ് വളരെ എളുപ്പത്തിൽ കിട്ടി, പക്ഷെ ഇതിനകത്ത് നമ്മുടെ കോർ കൺസെപ്റ്റുകൾ ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ അത് ആഡ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പൊ ഇതേപോലെ വേറൊരു സൈറ്റ് ഞാൻ കാണിച്ചു തരാം. നമ്മൾ സെയിം തന്നെ ഒരു ജനറേറ്ററാണ്. രണ്ടും ഞാൻ കമന്റിൽ ഇട്ട് തരാതെ ഇത് ജനറേറ്റ് ചെയ്യും. നമുക്ക് വേണ്ട ടൈറ്റിലും കാര്യങ്ങളൊക്കെ ഇതാ, ബൂസ്റ്റ് യുവർ ഓൺലൈൻ പ്രസൻസ് വിത്ത് ടോപ്പ് നോച്ച് SEO സർവീസ് ഇൻ ഇന്ത്യ. പക്ഷെ നമുക്ക് അത്ര ആപ്റ്റ് അല്ല, നമ്മൾ ഇതിനെ റീവർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ഈ ടൂളാ യൂസ് ചെയ്യുന്നത് നമ്മൾ റീവർക്ക് ചെയ്യേണ്ടത്, കാരണം ഓരോ കീവേഡും കഴിഞ്ഞിട്ട് ഒരു പൈപ്പ്ലൈനെ കുറിച്ച് ഒരു സെഗ്രിഗേഷനും കാര്യങ്ങളും കൊടുക്കണം. അപ്പോൾ പ്രൈമറി കീവേഡ്സ് വേണം, സെക്കൻഡറി കീവേഡ്സ് വേണം. ഇവരിത് ചെയ്തു, പക്ഷെ ChatGPT അത്ര നന്നായിട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതുപോലെ പല ടൂളുകളുണ്ട്. അപ്പോൾ നമ്മൾ ടൂൾസ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ ഐഡിയ പെട്ടെന്ന് ജനറേറ്റ് ചെയ്യാം. അപ്പോൾ ആ ഫസ്റ്റ് ലെവൽ ഓഫ് വർക്ക് ടൂൾ ചെയ്ത് തരും, സെക്കൻഡ് ലെവൽ ഓഫ് കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ മതി. അങ്ങനെയാണ് നമ്മൾ ടൂളുകൾ യൂസ് ചെയ്യേണ്ടത്. ഇനി നമുക്കൊരു കാര്യം കൂടെ നോക്കാം. ഇപ്പൊ നമുക്ക് ടൂൾ സാധനം ജനറേറ്റ് ചെയ്യുന്നില്ലേ, മെറ്റാ ടൈറ്റിൽ ലെങ്ത്, ഇത് കറക്റ്റ് ആണോ അല്ല എന്നുള്ളത് നമുക്ക് അറിയണ്ടേ. ഒരുപാട് ടൂളുകളുണ്ട് കേട്ടോ, ഇതൊക്കെ നോക്കാൻ. നമ്മൾ ടൂളുകളെല്ലാം ട്രൈ ഔട്ട് ചെയ്യുക, എന്നിട്ട് നമുക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് തോന്നുന്ന ടൂള് നമ്മൾ കണ്ടിന്യൂ ചെയ്യുക, യൂസ് ചെയ്യുക. കൗണ്ട് കാണിച്ചു തരുമെന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് ChatGPT എന്നത് എടുത്ത് കൗണ്ട് ചെക്ക് ചെയ്യാം. കൗണ്ട് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. 60 ആണ് നമ്മുടെ ക്യാരക്ടർ ലെങ്ത് ടൈറ്റിലിന്. ഇപ്പൊ ഇത് 60ലും കൂടി പോയി. അപ്പൊ കണ്ട ഇതിപ്പം ബേസിക് സാധനത്തിൽ നിന്ന് പോയത്.
അപ്പം നമ്മൾ എന്ത് ചെയ്യണം, നമ്മളിത് കറക്റ്റ് ചെയ്യണം. 60 പാടുള്ളൂ. വേണമെങ്കിൽ നമുക്ക് സാധനം എടുത്ത് മാറ്റുക. ഓക്കെ, ചെറിയ അഡ്ജസ്റ്റ്മെന്റ് എടുത്താൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ എടുത്ത് നോക്കട്ടെ. 169 അത് ഒരു 160 വരെ നമുക്കത് പാടുള്ളൂ. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, വേണ്ട അഡ്ജസ്റ്റ്മെന്റുകളതിനകത്ത് വരുത്തിയിട്ട് ഓക്കെ, വേണ്ട അഡ്ജസ്റ്റ്മെന്റുകൾ വരുത്തിയിട്ട് നമ്മളിതിനെ കറക്റ്റ് ചെയ്യുക. അപ്പോഴാണ് നമുക്ക് ഈ ടൂളുകൾ യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ ടൂൾ യൂസ് ചെയ്താൽ നമുക്ക് എന്തായി, ആ ഒരു ഇനീഷ്യൽ പരിപാടി ഉണ്ടല്ലോ, ഞാൻ പറയുന്നത് SEO ഒക്കെ ചെയ്യുന്ന ആളുകൾക്കും അതൊക്കെ അങ്ങനത്തെ ഉള്ള ആളുകൾക്കാണ് ഇത്. ആ ഇനീഷ്യൽ പ്രോസസ്സ് ഭയങ്കര സ്പീഡപ്പ് ചെയ്ത് തരും. മറ്റേതെല്ലാം നമ്മൾ ആദ്യം തൊട്ട് ബിൽഡ് ചെയ്യണം. അതായത് ടൈറ്റിൽ കണ്ട് ഡിസ്ക്രിപ്ഷൻ ഉണ്ടാക്കി മൊത്തം ബിൽഡ് ചെയ്യണം. ഇതിപ്പോൾ നമുക്കൊരു ഐഡിയ വരുത്തരും. അപ്പോൾ ഏറെക്കുറെ ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെയാണ് എൻ്റെ ചാനലിൽ ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണ്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ SEOയും ഡിജിറ്റൽ മാർക്കറ്റിങ്ങും ഇതൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അറിയാൻ ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഞാൻ ഇങ്ങനത്തെ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും ഇടുക. അപ്പോൾ ഓക്കെ ഗൈസ്, താങ്ക് യു.